ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലോഗ് ഷൂട്ടില് ചിലവർക്ക് എന്നെ പോലത്തെ ആൾക്കാർക്ക് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളെ ഒന്നുമല്ല, ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ ഒരു ഗ്രേറ്ററിൽ കയറുന്നുള്ള അപ്പോൾ ഇതൊരു ഹാർഡ് ചാലഞ്ച് പ്രത്യേകിച്ച് എനിക്ക് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബുദ്ധയല്ല, ലൈറ്റൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ടോ കയറാൻ വേണ്ടി. ഫസ്റ്റ് ഈ ഒരു ക്രിസ്ത്യൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലത്തുള്ള ഇതിൻ്റെ റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ആ വഴിയാണ് ജസ്റ്റ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവാം. ബുദ്ധ എടുക്കണത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ബുദ്ധയാണ് ഞാൻ ഇനി പകുതി എത്തുമ്പോൾ എടുക്കും. വേറെ ഫ്രൂട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കിറ്റ്സൂനെയൊന്നും കുഴപ്പമില്ല. കിറ്റ്സൂനെയൊക്കെ ബെറ്റർ. ബട്ട് മുകളിലോട്ട് പോകുമ്പോൾ ആവോ ഗൈസ്, എനിക്കത് അറിഞ്ഞൂടാ. അറിയാമെന്നുള്ളതെന്ന് പറയണത് മുകളിലോട്ട് നമ്മൾ ജമ്പ് ചെയ്ത് പോകുമ്പോൾ എന്തായാലും നമുക്ക് എന്താ നമ്മൾ ആ ഒരു ജമ്പ് ചെയ്യുന്നത് ഇത് എപ്പോഴും കാണത്തില്ല, ഇൻഫിനിറ്റി അല്ലോ നിൽക്കുമല്ലോ. പണ്ട് ഇത് തന്നെ ഇപ്പം ജമ്പ് ചെയ്ത് നിന്നുണ്ടോ. തറ പോയ തീർന്നട്ടോ. ഞാനത് ഒരു പ്രാവശ്യം കയറി, എനിക്ക് ഇതെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് പറ്റിയില്ലെങ്കിൽ ഇതിട്ട് ഇങ്ങനെ നിൽക്കും. എനിക്ക് ഒരു ജസ്റ്റ് ഒരു കൂളാൻ പോലെ നിൽക്കും. ഇവിടെ കിട്ടി. എത്തി ഇവിടെ എത്തിയോ, ഇവിടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് എൻ്റെ ഒരു എന്ന് പറയണ. എന്നുവെച്ചാൽ ഇതാണ് ആ ഒരു മുകളിൽ നിൽക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയണ. നോക്കട്ടെ, ഇവിടെ കയറി. ഇനി ഇറ്റ്സ് ഈസി. ഇതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക. മുകളിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, എഴുതാൻ കേട്ടോ. നമുക്ക് ഇത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വെക്കുന്ന ടൈം വെച്ചാവട്ടെ. ഇപ്പോൾ ഡ്രാഗൺ ചാലനാണ് കേട്ടോ ഞാൻ ടൈം കഴിക്കണ്ട. ഇനി ഒന്നുകൂടെ മതി. ഇതാണ് എൻ്റെ പ്ലാറ്റ്ഫോം. ഇവനെ വീഴുന്നോ? വീഴല്ലേ? ഞാൻ പുറകിലോട്ട് പോകണം. ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം എന്നാണ് കേട്ടോ. എത്തിക്കണ്ട, ഇത്രേ ഉള്ളൂ. ഈസി. ഇത് ജസ്റ്റ് ഭയങ്കര ടഫാണ് കേട്ടോ. ഭയങ്കര ടഫാണിത്. നമുക്കിവിടെ ചോദിച്ചാൽ ടെമ്പിൾ ഓഫ് ടൈംസിൽ കയറാം. അതൊന്ന് കാണിച്ചാൽ നമ്മൾ എത്തിയിട്ടാണ് ടെമ്പിൾ ഓഫ് ടൈംസ്. ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടേക്ക് കുറേ സംഭവങ്ങളുള്ളതാണ് എനിക്കെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടേക്ക് എന്തോ ലിവറൊക്കെ വയ്യാണ്ട്. ഇവിടെയാണ്, ഇവിടെ അല്ല. എന്തായാലും എനിവേ ഒരു എക്കോ അടിക്കുമ്പോൾ റിയലിസ്റ്റിക് പോലെ തോന്നുന്നു. ഇത് കറക്റ്റ് ഈ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് ഇനി ബ്ലൂ ഗിയർ എടുത്ത V4 കൂടെ ആക്കാനുള്ള സംഭവം സെറ്റാവും. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. നമ്മളിപ്പോൾ എത്ര ഒരു 12 സബ്സ്ക്രൈബേഴ്സിലാണ്. അപ്പം നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്. ഇനി അടുത്ത റോഡ് 20 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ വ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്കും സബ്സ്ക്രൈബേഴ്സുമാണ് കുറയുന്നത്. പിന്നെ ചിലവരെ കമൻറ്റ് ഇടാറുണ്ട്, അമേസിങ് വീഡിയോ ബ്രോ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ആ കിച്ചൂണിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജമ്പ് ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് അല്ലേ. അപ്പോൾ കിച്ചൂൺ വെച്ച് ആ ഗ്രേറ്റ് ട്രീയിലെ മണ്ടയിൽ കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതാണ്. ഇത് റീസെറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി 20 സബ്സ്ക്രൈബേഴ്സാണ്. 20K നോക്കി 20 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.